ഉത്തര കേരളത്തിലെ പ്രസിദ്ധമായ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലൊന്നാണ് കാസർഗോഡ് സീതാങ്കോളിയിലെ ബേള ചർച്ച്. 1880 ചർച്ച് പണി കഴിപ്പിച്ചത്. ഇവിടുത്തെ പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ടതാണ് പുഷ്കരണി തീർത്ഥം. ദേവാലയത്തിൽ നടന്ന പുത്തരി വിശേഷത്തിന്റെ കാഴ്ചകളും കാണാം. മംഗലാപുര രൂപതയിൽ ബേള ചർച്ചിൽ ഈ ആചരിക്കുന്ന കന്യാമരിയമ്മയുടെ ജന്മദിനമാണ്. ഇവിടുത്തെ ഇടവകയിൽ ഏകദേശം 500 കുടുംബങ്ങളും കൂടുതലും ആൾക്കാരും കർഷകരും അതുപോലെ കാർഷിക വിളകൾ ഉണ്ടാക്കി ജീവിക്കുന്നത് ആളായതുകൊണ്ട് ഈ പുത്തരി എന്ന് പറഞ്ഞ ഒരു ആചരണം ഇവിടെ നിലവിലുണ്ട്. അന്ന് എല്ലാ വീട്ടിൽ നിന്നും കതിർ കൊടുന്ന് അതിനോട് പ്രാർത്ഥിച്ച് അതിൻ്റെ ശേഷം ആ കതിറിനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വീട് നിറച്ച് അന്ന് മറ്റെല്ലാ ദിവസങ്ങളിലത്തേക്കാളും വ്യത്യസ്തമായിട്ട് സാധാരണ കേരളത്തിലെ ഓണത്തിന് എങ്ങനെ ഇതിൻ്റെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടാണ് കഴിക്കുന്നത്, അതുപോലെ തന്നെ വീട്ടിൽ നിറക്കുന്നതെന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥന കൂടെ ഉണ്ട്. അതല്ലാത്ത ഈ ദിവസം എല്ലാ കുടുംബങ്ങളെ ഓരോ ആൾക്കും 9 ദിവസം പൂ കൊടുന്ന കുട്ടികൾക്കും ഒരു കരിമ്പ് ഇവിടുന്ന് നൽകും. ആ കരിമ്പ് എടുത്തുകൊണ്ടാണ് വീട്ടിലേക്ക് പോയിട്ട് അതിനെ ആസ്വാദിച്ചിട്ട് മറ്റേ സ്വീറ്റ് പോലെ കേക്ക് മുറിച്ചിട്ടാ അങ്ങനെയല്ല, കരിമ്പ് കൊണ്ടുപോയിട്ട് ആ കരിമ്പിൻ്റെ മധുരം കഴിച്ചിട്ടാണ്. ഈ പള്ളി 1880 ഇസ്വിയിൽ ഇവിടെ അടുത്ത് 3 കിലോമീറ്റർ തെക്ക് മാറി കുതിരപ്പാടി എന്ന സ്ഥലത്താണ് സ്ഥാപിച്ചിട്ടുള്ളത്. ആ കുതിരപ്പാടിയിലേക്ക് അന്നത്തെ ഉള്ളാൽ പാണീരിലെ അച്ഛന്മാർ കുതിരയിൽ വന്നിട്ട് സംസ്കാരങ്ങൾ നടത്തിയത് കൊണ്ട് അവിടെ കുതിരപ്പാടി എന്ന് പേര് വന്നതെന്ന് പറഞ്ഞിട്ടാണ് ഐതിഹ്യം. അതുപോലെ തന്നെ അതിൻ്റെ ശേഷം 1892 ഇപ്പോൾ ഈ പള്ളിയിലെ സ്ഥലത്ത് പഴയ പള്ളിയും അതുപോലെ തന്നെ 2001 ഈ പുതിയ പള്ളി ഇവിടെ പണിതതാണ്. ഏകദേശം 500ഓളം ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാ ആൾക്കാരും ഇവിടെ വരാറുണ്ട്, ഇവിടെ നേർച്ച തോതാറുണ്ട്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. ഇന്ത്യയിലെ വ്യാകുലമാത ദേവാലയത്തിൻ്റെ നിറസാന്നിധ്യമായ ഈ ഗുഹയാണ് ഇവിടുത്തെ ഏറ്റവും ആൾക്കാർക്ക് ഭക്താദികൾക്കും ആകർഷിക്കുന്ന ഒരു കേന്ദ്രബിന്ദു. ഇവിടെ വരുന്ന സാധാരണ കാസർഗോഡ് ജില്ല അതുപോലെ തന്നെ വടക്കൻ കേരളത്തേക്ക് വരുന്ന എല്ലാ ആൾക്കാരും ബേക്കലകോട്ട എങ്ങനെ സന്ദർശിക്കുന്നു അതുപോലെ തന്നെ ബേള ഈ വ്യാകുലമാത പള്ളിയിലേക്കും അതുപോലെ തന്നെ ഈ ഗുഹയും സന്ദർശിച്ചിട്ടാണ് പോകുന്നത്. ആ ഗുഹയെ ഏകദേശം 100-150 വർഷത്തിനേക്കാൾ മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നാലും ഇതിപ്പോൾ പുതുക്കി പണിയത് 2007 ഇസ്വിയിലാണ് ഇത് പുതുക്കി പണിയത്. അതിൻ്റെ ശേഷം ഇവിടെ എപ്പോഴും ആൾക്കാർ വരും, പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഈ പുഷ്കരണിക്ക് ഇറങ്ങി അതിൽ നിന്ന് വെള്ളം കൊണ്ടുപോയി അവർ കഴിച്ചിട്ടോ അതല്ലാതെ അവർ മുഖത്തേക്ക് തെളിച്ചാൽ എങ്ങനത്തെ അസുഖം പോലും മാറിപ്പോവും എന്ന ഐതിഹ്യമാണ് ഈ പള്ളിയിലേക്കുള്ളത്. അതുകൊണ്ട് ഇവിടത്തേക്ക് വരുന്ന എല്ലാ ഭക്താദിമാരും ആദ്യം ഈ പുഷ്കരണിക്ക് ഒരിക്കൽ വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് അവർ തിരിച്ചു പോവാറ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ജാതി, മതം, ഭാഷ ഇങ്ങനത്തെ ഏത് വ്യത്യാസമില്ല. ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിമുകളായാലും ഇവിടെ ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച് ഈ വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന കാഴ്ചകൾ നമുക്ക് എപ്പോഴും കാണാൻ കിട്ടും. അതുമാത്രമല്ല, അതുപോലെ തന്നെ കേരളത്തിൻ്റെ വടക്ക് ഭാഗത്തും അതുപോലെ തന്നെ കർണാടകത്തിൻ്റെ തെക്ക് ഭാഗത്തുമുള്ള ഈ സ്ഥലം എല്ലാവർക്കും ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാണ്. ഇവിടെ വന്നാൽ ഒരു മനസ്സിന് സമാധാനം കിട്ടും, ഒരു പോസിറ്റീവ് എനർജി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ആൾക്കാർ ഇവിടെ വരുന്നത്.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.